Our next case is cantilever with uniformly distributed load. നേരത്തെ കേസിൽ നമ്മൾ ഡിഫ്ലക്ഷനും സ്ലോപ്പും കാൻറ്റിലിവർ വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. സോ നെക്സ്റ്റ് ഈ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൻറ്റിലിവർ ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒരു യൂണിഫോംലി ഒരു കാൻറ്റിലിവർ ബീം എ ബി, ദെൻ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ലോഡ് ഡബ്ല്യു ന്യൂട്ടൺ പെർ റൺ. ദെൻ എന്ത് ചെയ്യാം? നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കുക. സെക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു സെക്ഷൻ എടുക്കാം. എക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ എടുക്കാം. എക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ എടുത്തു. ദെൻ ഫ്രീ എൻഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു സെക്ഷനെ മാത്രം നമ്മൾ ഇങ്ങോട്ട് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് ബി, ഈ ഡിസ്റ്റൻസ് എക്സ്, ഇത് ഡബ്ല്യു റൺ പെർ ന്യൂട്ടൺ പെർ റൺ. ഇവിടെ ന്യൂട്ടൺ പെർ റൺ എന്ന് പറയുന്നത് നമുക്ക് എക്സിൻ്റെ യൂണിറ്റിനനുസരിച്ച് പെർ ഡിസ്റ്റൻസ് നമുക്ക് മാറ്റാൻ പറ്റും. ദെൻ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് പോയിന്റ് ലോഡ് ആക്കണം. ദെൻ പോയിന്റ് ലോഡ് ആക്കി കഴിഞ്ഞാൽ എന്ത് വരും? പോയിന്റ് ലോഡ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ മിഡിലിൽ ഡബ്ല്യു ഇൻറ്റു എക്സ് അല്ലേ, ഡബ്ല്യു ഇൻറ്റു എക്സ് ലോഡ് ആക്ട് ചെയ്യും. ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x/2. ദെൻ മൊമെൻ്റ് അബൌട്ട് എക്സ്, ബി എം എക്സ് ഈക്വൽ ടു എന്ത് വരും? ഡബ്ല്യു x²/2. നെഗറ്റീവ് ആയിരിക്കും, ക്ലോക്ക് വൈസ് അതുണ്ട് അല്ലേ. സോ -WX²/2 ആണ് ബെൻഡിങ് മൊമെൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ അപ്ലൈ ചെയ്യാനുള്ള എം എന്ന് പറയുന്ന ഇക്വേഷനാണ്. എം ഈസ് ഈക്വൽ ടു -WX²/2. ദെൻ നമുക്കറിയാം, ഹിയർ വി നോ ദാറ്റ് എം ഈക്വൽ ടു എന്ത് വരും? എം ഈസ് ഈക്വൽ ടു ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഐ ഇൻറ്റു d²y/dx². EI ഇൻറ്റു d²y/dx². ദെൻ നമുക്ക് എന്താ, ഇതേ ഇക്വേഷൻ തന്നെയാണെന്ത്? എം ഈസ് ഈക്വൽ ടു ആണ് -WX²/2. ദെൻ ഇക്വേറ്റിംഗ് these two equations, this is equation 1, this is equation 2, then equating these two equations we get EI into d²y/dx² equal to -WX²/2. then നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് with respect to x, we get EI into dy/dx equal to -WX³/6 plus C1, -WX³/6 plus C1. Then we have to find C1 by using or by applying boundary conditions. Okay, then ആ കണ്ടീഷനിൽ നമ്മൾ എന്താ പറയുന്നത്? ഫിക്സഡ് സപ്പോർട്ടിൽ നമുക്ക് പറയാം, ഫിക്സഡ് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഡിഫ്ലക്ഷനും സ്ലോപ്പും 0 ആണെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. സോ അതേ കേസ് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. എന്താണ്? അറ്റ് x=L ആവുകയാണെന്നുണ്ടെങ്കിൽ, x=L ആവുന്ന സമയത്ത് എന്ത് വരും? ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ പോയിന്റ് എ എത്തും. ദെൻ പോയിന്റ് എ എത്തുമ്പോൾ ഫിക്സഡ് സപ്പോർട്ടിൽ എന്താണ്? ഫിക്സഡ് സപ്പോർട്ടിലായി കഴിഞ്ഞാൽ ഫിക്സഡ് സപ്പോർട്ട്സിൽ dy/dx ഈക്വൽ ടു 0 ആണ് അല്ലേ. ദെൻ അതുപോലെ തന്നെ y ഈക്വൽ ടു 0 ആണ്. dy/dxഉം yയും ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ നമുക്ക് dy/dx ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് C1ൻ്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഇതിന് 0 കൊടുത്ത് EI ഇൻറ്റു 0 ഈക്വൽ ടു x= എന്ത് കൊടുക്കണം? x=L ആയി കഴിഞ്ഞാലേ ഫിക്സഡിൻ്റെ വരില്ല. സോ അറ്റ് x=L dy by
dx equal to 0. Then applying this dy by dx equal to 0 and x is equal to L in this equation, then we get 0 equal to minus w L cube by 6 plus C1. Then C1 equal to w L cube by 6 Newton. Then substituting the value of C1 in this equation, we get EI into dy by dx equal to minus w x cube by 6 plus w L cube by 6. Then again integrating. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഒന്നുകൂടി ഈ രീതിയിൽ എഴുതാം. EI into theta, EI into theta, EI theta equal to minus w x cube by 6 plus w L cube by 6. ഇതാണ് നമ്മളുടെ തീറ്റയുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. ദെൻ ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 3 with respect to x, we get EI equal to എന്ത് വരും? EI y equal to minus w x raised to 4 by 18 അല്ലേ? 3 into 6 x raised to 4 by 4 ആണ് വരുന്നത്. സോ 4 into 16 24 ആണ് വരിക. 24 plus w L cube by 6x plus C2. Then here also we are substituting the value of y equal to 0 at x is equal to L. Then we get y equal at x is equal to L, y equal to 0. Then we get 0 equal to x is equal to L minus w L raised to 4 by 24 plus w L raised to 4 by 6 plus C2. Then C2 ന്റെ വാല്യൂ വരുന്നത് C2 equal to minus w C2 equal to minus w L raised to 4 by L raised to 4 by 8 minus ഉണ്ട് കേട്ടോ. ഓക്കെ, മൈനസ് w L raised to 4 by 8. Then substituting the value of C2 in this equation number 4. Equation number 4, we get EI y equal to minus w x raised to 4 by 24 plus w L cube divided by 6 into x plus അല്ല minus w L raised to 4 by 8. ഇതാണ് നമ്മളുടെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ദെൻ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് പോയിൻ്റ് ഇവിടെ നമുക്ക് ഡിഫ്ലക്ഷൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും വരിക? ഡിഫ്ലക്ഷൻ പാറ്റേൺ നമ്മൾ ഇങ്ങനെ വരച്ചിരുന്ന പോലെ ഫിക്സഡ് എൻഡിൽ വരുന്ന സമയത്ത് ഇങ്ങനെ കാൻഡിലീവർ ബീം വരുമ്പോൾ എന്താണ്? ഫ്രീ എൻഡിലായിരിക്കും എപ്പോഴും ഡിഫ്ലക്ഷൻ കൂടുതലുണ്ടായിരിക്കുക. ഈ ഡിഫ്ലക്ഷനാണ് y മാക്സ്. പക്ഷെ നമുക്ക് എന്താണ്? നമുക്ക് അറ്റ് എനി പോയിൻ്റാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എനി പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ മാക്സിമം പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മാക്സിമം അറ്റ് പോയിൻ്റ് ബി ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എനി പോയിൻ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൽ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് പോയിന്റിലുള്ള വേണമെങ്കിലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഈക്വേഷനിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് തീറ്റയും കിട്ടും, ഇതിൽ നമുക്ക് y ഡിഫ്ലക്ഷനും കിട്ടും. അപ്പോൾ സ്ലോപ്പും ഡിഫ്ലക്ഷനും അറ്റ് എനി പോയിന്റ് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുക. ദെൻ നമ്മളുടെ മാക്സിമം വാല്യൂ വരുന്നത് അറ്റ് ബി ആണ്. സോ നമുക്ക് ബിയിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻസ് പല സ്ഥലങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു അറ്റ്
എക്സ് ഇസ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു വൈ ബി, then എന്ത് വരും ഇ ഐ ഇൻറ്റു വൈ ബി ഈക്വൽ ടു അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 വരുമ്പോൾ ഇത് 0 ആയി പോവും, ഇത് 0 ആയി പോവും, മൈനസ് ഡബ്ല്യു എൽ റേസ് ടു 4/8 വരും. ദെൻ വൈ ബി ഈക്വൽ ടു ഡബ്ല്യു എൽ റേസ് ടു 4/8 ഇ ഐ എന്ന് കിട്ടും. ഇത് നെഗറ്റീവ് സൈൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ഡിപ്പെൻഡ് ചെയ്യുന്നിരിക്കും. നെഗറ്റീവ് സൈൻ നമുക്ക് ഇല്ല, സോറി, നെഗറ്റീവ് സൈൻ അവിടെ തന്നെയുണ്ട് കേട്ടോ. നെഗറ്റീവ് സൈൻ അങ്ങനെ തന്നെയുണ്ട്. മൈനസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ റേസ് ടു 4/8 ഇ ഐ തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡിഫ്ലക്ഷൻ ആണ്, സ്ലോപ്പാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇവിടെയാണ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു തീറ്റ ബി, ദെൻ ഇ ഐ ഇൻറ്റു തീറ്റ ബി ഈക്വൽ ടു മൈനസ് അല്ല, എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോകും. ദെൻ ഡബ്ല്യു എൽ ക്യൂബ് ബൈ 6, ഡബ്ല്യു എൽ ക്യൂബ് ബൈ 6 ആണ് വരിക. ദെൻ തീറ്റ ബി ഈക്വൽ ടു ഡബ്ല്യു എൽ ക്യൂബ് ബൈ 6 ഇ ഐ. ഇതാണ് രണ്ട് എക്സ്പ്രഷൻസ് വരുന്നത്. ഈ രണ്ട് എക്സ്പ്രഷൻസ് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും.